നിങ്ങളുടെ പേര് സീതാറാം എന്നല്ലേ? പിന്നെ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് എന്ന് ചിലർ എന്നോട് ചോദിക്കാറുണ്ട്. അതെ, എൻ്റെ പേര് സീതാറാം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്. കാരണം എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന്. ഇങ്ങനെയാണ് ഞാൻ അവർക്ക് മറുപടി കൊടുക്കുക. എങ്ങനെയാണ് വർഗീയതയോട് പോരാടേണ്ടത്? ഒത്തുതീർപ്പുകളില്ലാതെ മതനിരപേക്ഷ നിലപാടുകൾ നിരന്തരം ഉയർത്തിപ്പിടിച്ചാണ് പോരാടേണ്ടത്. മതത്തെ രാഷ്ട്രത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തണം. ഇവിടെ നിങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറായാൽ നിങ്ങൾ അവരെ സഹായിക്കുകയാണ്. മാതൃഭൂമിയുടെ അക്ഷരോത്സവ വേദിയിൽ സീതാറാം യെച്ചൂരി പറഞ്ഞ വാക്കുകളാണിവ. സീതാറാം കടന്നുപോയിരിക്കുന്നു, നമ്മൾ ബാക്കിയുണ്ട്. സീതാറാമിൻ്റെ നിലപാടുകളും ബാക്കിയുണ്ട്. ഇന്ത്യ എന്ന ആശയത്തിൻ്റെ സംരക്ഷകനെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യെച്ചൂരിയെ അടയാളപ്പെടുത്തുന്നത്. സോഷ്യലിസ്റ്റ് ബ്ലോക്കിന്റെ തകർച്ചയും ഇന്ത്യയിലെ ഹിന്ദുത്വ വലതുപക്ഷത്തിന്റെ ഉയർച്ചയും കണ്ട് പകച്ചുപോയ ഇടതുപക്ഷ യുവത്വത്തിന് ദിശാബോധം നൽകിയത് 1992 CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ ആന്ധ്രാക്കാരൻ യുവാവാണ്. ആശയങ്ങളെ ആയുധമാക്കി പരിവർത്തിപ്പിച്ച് മതനിരപേക്ഷതയുടെ കോട്ട കെട്ടി മുന്നണി രാഷ്ട്രീയത്തിലെ സാധ്യതകളെ ബദലുകൾ നിർമ്മിക്കുന്നതിനുള്ള ഉപാധിയാക്കി. വാക്കുകൾ അഗ്നിയായി. തെളിമയുള്ള ആശയവും സ്ഫടികതുല്യമായ വ്യക്തതയും സീതാറാമിനെ സഖാക്കളുടെ സഖാവാക്കി. സമരതീക്ഷ്ണമായ ഇന്നലകൾ ചരിത്രമാക്കി സീതാറാം യെച്ചൂരി മടങ്ങുന്നു. സമരമുദ്രകൾ ബാക്കിയാണ്. ചെങ്കൊടി പാതി താഴ്ന്നു നിൽക്കുന്നു. യെച്ചൂരിക്ക് വിട. They say you are called Sitaram, but you say all these things against us. I say I'm Sitaram, therefore I'm saying all this against you, because I know what you are. How can this Hindutva be fought? It has to be fought by relentless, non-compromising upholding of secularism, which is the separation of religion from the state and politics. You compromise with that, and then you're only feeding them. ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈമിൽ മന്ത്രി മുഹമ്മദ് റിയാസ്, വി ശിവദാസൻ MP, ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഷെൻപി ചെക്കുട്ടി തുടങ്ങിയ ആളുകളാണ് പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സീതാറാം യെച്ചൂരിയുടെ വിയോഗം എത്ര വലിയ വിടവാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് 90-കൾ മുതൽ സീതാറാം യെച്ചൂരി ദേശീയ രാഷ്ട്രീയത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അദ്ദേഹം ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ളതിലുപരി ദേശീയ തലത്തിൽ BJP ഇതര കക്ഷികളുടെ ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിലും അതിനൊരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കുന്നതിലും ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ള നേതാവായിരുന്നു അദ്ദേഹം. അവിചാരിതം എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കാക്കുമ്പോൾ അങ്ങനെ പറയണം. വിട വാങ്ങിയിരിക്കുകയാണ്. എത്ര വലിയ നഷ്ടമാണ്? തീർച്ചയായും സീതാറാം യെച്ചൂരിയുടെ വിയോഗം വലിയ നഷ്ടം തന്നെയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ മാത്രമല്ല, രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിനും മൊത്തത്തിലുള്ള നഷ്ടമായി അതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ രാജ്യം, ഈ റിപ്പബ്ലിക്ക് അതെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിനൊരു ദിശാബോധം നൽകേണ്ടത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ വളരെ വ്യക്തതയുള്ള നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മളത് കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു അപജയകാലമാണിത്. തലയെണ്ണം നോക്കുകയാണെങ്കിൽ നമുക്ക് MLA-മാരുടെ എണ്ണം കുറവാണ്, MP-മാരുടെ എണ്ണം കുറവാണ്, മുഖ്യമന്ത്രിമാരുടെ എണ്ണം കുറവാണ്. പക്ഷേ ആ സംഖ്യാബലത്തിനപ്പുറം ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി, ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ പ്രസക്തി അത് രാജ്യത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും രാജ്യത്തിൻ്റെ നയരൂപീകരണത്തിൽ അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന്, സ്വാധീനം ചെലുത്തുന്നതിന് ശ്രമിക്കുകയും ചെയ്ത പ്രായോഗികവാദിയായ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആധുനികനാണ്, ആധുനികമായ മുഖമുണ്ട്, പ്രത്യയശാസ്ത്ര സ്ഥൈര്യമുണ്ട്. അതെല്ലാം ഉള്ളപ്പോഴും നേരത്തെ ഹർകിഷൻ സിംഗ് സുർജിത്ത് പ്രകടിപ്പിച്ചതുപോലെയുള്ള പ്രായോഗികമായ സമീപനം, വിജയകരമായി നമ്മുടെ അജണ്ട എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതിന് വ്യക്തത ഉണ്ടായിരുന്നു. ആ രീതിയിൽ അദ്ദേഹം പാർട്ടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് സാധാരണ ഒരു ഭംഗിവാക്ക് പറയുമല്ലോ, നികത്താനാവാത്ത വിടവ്, നഷ്ടം എന്നൊക്കെ. ഇവിടെ സീതാറാം യെച്ചൂരിയുടെ കാര്യത്തിൽ നമുക്ക് അർത്ഥപൂർണമായി ആ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും. അതാണ് താങ്കൾക്ക് സീതാറാം യെച്ചൂരിയെ കുറിച്ച് ഓർമ്മിക്കാനുള്ളത്. മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് കൂടി നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. മറ്റ് അതിഥികളുമുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ്, ഞാൻ ഓർക്കുന്നു 2019 ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. താങ്കൾ അന്ന് DYFIയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലുണ്ട്. അന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളൊരു വിഷ്വൽ,
സീതാറാം യെച്ചൂരി ഡൽഹിയിൽ ഒരു പോലീസ് ജീപ്പിന്, ഒരു പോലീസ് വണ്ടിക്കകത്ത്, ഒരു പോലീസ് വാനിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. അദ്ദേഹം ആ പ്രായത്തിലും തെരുവിലുണ്ടായിരുന്നു. എങ്ങനെയാണ് 1975 അടിയന്തരാവസ്ഥ നടപ്പാക്കിയപ്പോൾ അന്നത്തെ യുവത്വത്തിന്റെ മുഖമായി സീതാറാം യെച്ചൂരി തെരുവിലും പിന്നെ ജയിലിലും ആയത് എന്നതുപോലെ അത് കാലങ്ങൾ, പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും അദ്ദേഹം ഒരു പോരാളിയായി ആ പോരാട്ട വീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവിലുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. യെച്ചൂരി എന്ന സമര സഖാവിനെ എങ്ങനെ ഓർമ്മിക്കുന്നു? അല്ല, അഭിലാഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. യെച്ചൂരി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഫീൽഡിലുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ യുവജന സംഘടനകളുടെ പ്രക്ഷോഭത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടുകൾ പറയുകയും ചെയ്യാറുണ്ട്. അത് ഒരു കാരണം, ഈ ഫൈറ്റിംഗ് ഒരു മൈൻഡ് സെറ്റിൻ്റെ കാരണം തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നാണ്. അദ്ദേഹം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും രാഷ്ട്രീയ നേതൃനിരയിലേക്ക് വരുന്നതിന് പ്രധാന കാരണമായത് ഹരിത ഫാസിസ്റ്റ് അടിയന്തരാവസ്ഥയുടെ നാളുകൾ, അതിനെതിരെയുള്ള പോരാട്ടമാണ്. ഹരിത ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ തീയിൽ കുരുത്ത പോരാളിയാണ് സഖാവ് സീതാറാം യെച്ചൂരി. അത് പിന്നീട് ഉടനീളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ ഒരു പോരാട്ടമാണ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഒരു ഫൈറ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏതൊരു പ്രസംഗത്തിൻ്റെയും പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമായിരിക്കില്ല മറ്റ് പ്രസംഗത്തിൽ വിഷയമായിട്ട് വരിക. ഞാൻ ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ 4-5 പ്രസംഗമൊക്കെ ഉണ്ടാവും. ഒരു സ്ഥലത്ത് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ പുതിയ പ്രശ്നങ്ങളായിരിക്കും മറ്റൊരു പ്രസംഗത്ത് പറയുക. അപ്പോൾ അദ്ദേഹം വിഷയങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല പാണ്ഡിത്യമുള്ള ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെയും പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ നല്ല അവബോധത്തോടു കൂടി അദ്ദേഹം ഇടപെടുന്നു. അതോടൊപ്പം തിയറിയെ പ്രായോഗികതയുമായി കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു വിജയമായിരുന്നു. അതാണ് അതിൽ പ്രധാനം. പ്രാക്ടിക്കലായി എങ്ങനെ ഇടപെടാൻ പറ്റും, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ പുതിയ തലമുറയുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നല്ല നിലയിലുണ്ട്. ഇപ്പോൾ DYFI രംഗത്തുള്ള കേഡർമാർ, വിദ്യാർത്ഥി മൂവ്മെൻറ്റ്, SFI രംഗത്തുള്ള കേഡർമാർ, ഇവരൊക്കെയായി നല്ല കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ നിലയിൽ അദ്ദേഹം എല്ലാ ഘട്ടത്തിലും ഒരു പോരാളിയായിരുന്നു. ഒരു പോരാളിയായി തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഈ തെരഞ്ഞെടുപ്പിലും നിർണായക റോൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും BJP വിരുദ്ധ ചേരിയെ ശക്തിപ്പെടുത്താൻ വലിയ നിലപാട് സ്വീകരിച്ചു. പലയിടങ്ങളിലും അതിൻ്റെ ഭാഗമായി BJP സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഏറ്റവും ആവശ്യമുള്ള ഘട്ടമായിരുന്നു ഇത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ മതനിരപേക്ഷ ചേരി ശക്തിപ്പെടുന്നു. അതിനെ ശരിയായ ദിശാബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ റോൾ വഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ മതനിരപേക്ഷ നിലപാടുകൾക്ക് കൂടി ഒരു കനത്ത പ്രഹരമാണ് അദ്ദേഹത്തിന്റെ വേർപാട്. തീർച്ചയായും. പക്ഷേ മുഹമ്മദ് റിയാസ്, അദ്ദേഹം 1992 ചെന്നൈ പാർട്ടി കോൺഗ്രസിലാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാകുന്നത്. ആ വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സമ്മേളന കാലയളവിലാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച, ബെർലിൻ വാളിന്റെ പതനം, അങ്ങനെ ലോകമെമ്പാടും സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം ഇല്ലാതായി, ഇനി വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല മുതലാളിത്തത്തിന് എന്ന് ലോകമെമ്പാടും ഒരു സമവായം ഉണ്ടായി നിൽക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ത് ചെയ്യണമെന്ന ചോദ്യം വരുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിടണം എന്ന് പോലും പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ, വളരെ സവിശേഷമായ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ഒരു ജനറേഷൻ ചേഞ്ചിന്റെ ഭാഗമായി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അങ്ങനെ വരുന്നത്. അതേസമയം തന്നെയാണ് രഥയാത്ര, ബാബറി മസ്ജിദിന്റെ ധ്വംസനം പിന്നീട് നടക്കുന്നു. ആ തരത്തിലുള്ള ഇന്ത്യയിലെ ഹിന്ദുത്വ വലതുപക്ഷത്തിന്റെ വലിയ ഒരു വളർച്ച ഉണ്ടാകുന്നു. അങ്ങനെ വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ പരിസരത്തിലാണ് യെച്ചൂരിയും കാരാട്ടും S രാമചന്ദ്രൻ പിള്ളയും ഒക്കെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നതും തുടർന്ന് അങ്ങോട്ടുള്ള രാഷ്ട്രീയത്തെ പരുവപ്പെടുത്തുന്നതും. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യൻ ഇടതുപക്ഷ യുവാക്കൾക്കൊരു ദിശാബോധം നൽകാൻ അക്കാലത്തെ യെച്ചൂരിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. 90ന്റെ തുടക്കത്തിന്റെ പ്രത്യേകത സോവിയറ്റ് യൂണിയന്റെ തകർച്ച മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ദുർബലപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിലും ഈ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർ ലോകത്ത് വെറുതെ സമയം കളയുകയാണ്. സോഷ്യലിസം ഈസ് ഇമ്പോസിബിൾ എന്ന പ്രചരണം ശക്തിപ്പെട്ട ഘട്ടമായിരുന്നു. നമുക്കറിയാവുന്ന നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരുന്നു, പിന്നീട് ബാബരി മസ്ജിദിന് തകർച്ച വരുന്നു. എന്നാൽ അന്ന് സുർജിത്തിനൊപ്പം അതുപോലെ സഖാവ് EMS സുർജിത്ത്, പുതിയൊരു നിര വരുന്നു, പ്രകാശ് കാരാട്ട്, യെച്ചൂരി, SRP.
1996 പിന്നെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നിർണായക റോള് വരികയാണ്. നമുക്കറിയാം, ദേവഗൗഡ, IK ഗുജറാൾ സർക്കാരുകൾ വന്നു. അതിൽ വലിയ പങ്കാണ് ഇടതുപക്ഷ ബ്ലോക്കിനെ ശരിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സീതാറാം യെച്ചൂരി വഹിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും 98, 99 വാജ്പേയിയുടെ സർക്കാർ വന്ന് പിന്നീട് 5 കൊല്ലം കഴിഞ്ഞ് 2004 ഒന്നാം UPA ഗവൺമെന്റിനെ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇടതുപക്ഷം നിർണായക പങ്കുവഹിച്ചു. CPI അതിനെ ലീഡ് ചെയ്തു. അതിലും വലിയ റോളാണ് സീതാറാം യെച്ചൂരി വഹിച്ചിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ നിർണായക ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇടതുപക്ഷത്തിന് പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്, വലിയ റോളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുന്ന ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ തുടർഭരണം ഉണ്ടാകുന്നത്. അത് പൊതുവേ നമ്മൾ എത്രത്തോളം അത് വിലയിരുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇടതുപക്ഷ തുടർഭരണം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ? 2016 ഇടതുപക്ഷ സർക്കാരിനെ പിണറായി വിജയൻ നയിച്ച 2016 ഇടതുപക്ഷ സർക്കാരിനെ പല നിലയിലും അറ്റാക്ക് ചെയ്തു. ആ പല നിലയിലും അറ്റാക്ക് ചെയ്യുന്നതിൽ ഒരു പോയിന്റ് എന്താണ്? ലെഫ്റ്റ് എക്സ്ട്രീം സ്പേസിൽ നിന്നുള്ള അറ്റാക്ക് ആയിരുന്നു. ഇത് ഒരു ഇടതുപക്ഷ സർക്കാർ അല്ല എന്ന് ഉള്ള വലിയ പ്രചരണം നടത്തിക്കൊണ്ടുള്ള അറ്റാക്കായിരുന്നു. അത് വളരെ ബോധപൂർവം പുരോഗമനവാദികളെ ഉൾപ്പെടെ ഈ സർക്കാരിൽ നിന്നും താല്പര്യം വിട്ടുകൊണ്ട് പിറകോട്ടടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിലപാടായിരുന്നു. എന്നാൽ അവിടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇത് ഇടതുപക്ഷ സർക്കാരാണ്, ഇടതുപക്ഷ നയവും നിലപാടും നടപ്പിലാക്കുന്ന സർക്കാരാണ്, ഈ സർക്കാർ ശരിയായ ദിശയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ പാർട്ടി ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിക്ക് സാധിച്ചിരുന്നു. 2021 തുടർഭരണത്തിൻ്റെ ഒരു കാരണം പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പാർട്ടി ദേശീയ നേതൃത്വം കേരളത്തിലെ സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നടത്തിയ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ചത് കൂടിയാണ്. ശക്തമായ പ്രതിരോധം തീർക്കാൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ സാധിച്ചിരുന്നു. പിന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയോ, കേരളത്തിനെതിരെ വരുന്ന അറ്റാക്കുകൾ, കേരളത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തെ തകർക്കാൻ വേണ്ടി എല്ലാ കാലഘട്ടങ്ങളിലും നടന്നതുപോലെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നടന്ന അറ്റാക്കുകൾ, അതിലൊരു പ്രത്യേകതയുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലം, വിഷ്വൽ മീഡിയയുടെ കാലം, ദ കേരള സ്റ്റോറി പോലുള്ള പലതര വീഡിയോകളും മറ്റ് ഷോർട്ട് ഫിലിമുകളും ഇറങ്ങിയ കാലം, അവിടെ ഈ യെച്ചൂരി നിലപാട് വളരെ പ്രസക്തമാണ്. ഇതെല്ലാം റിയൽ കേരള സ്റ്റോറി. കേരളത്തിന്റെ റിയൽ സ്റ്റോറി മതസാഹോദര്യത്തിൻ്റെതാണ്. ഇത് കേരളത്തിന്റെ സ്റ്റോറി അല്ല എന്ന് ജനങ്ങൾക്ക് അറിയാമെന്നുള്ള ധീരോത്തമായ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ കേരളത്തിനെതിരെ എവിടെയൊക്കെ അറ്റാക്ക് വന്നോ, ഇടതുപക്ഷ സർക്കാരിനെതിരെ എവിടെയൊക്കെ അറ്റാക്ക് വന്നോ, അവിടെയൊക്കെ ശക്തമായൊരു പ്രതിരോധമായി മാറാൻ സീതാറാം യെച്ചൂരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം വരുന്നതിന് സീതാറാം യെച്ചൂരിക്ക് പാർട്ടി ദേശീയ നേതൃത്വത്തിന് വലിയ റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും മിനിസ്റ്റർ അല്പസമയം കൂടി ദയവായി തുടരൂ. ശ്രീ വി ശിവദാസൻ MP ഡൽഹിയിൽ നിന്ന്. ശ്രീ ശിവദാസൻ, താങ്കൾ SFIയുടെ അഖിലേന്ത്യാ നേതൃനിരയിലേക്ക് ഡൽഹിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അവിടെ സീതാറാം യെച്ചൂരിയെ പോലെ, പ്രകാശ് കാരാട്ടിനെ പോലെയുള്ള നേതാക്കളുടെ ഒരു സാമീപ്യവും സംരക്ഷണവും ഉണ്ടാകുമല്ലോ. ഇപ്പോഴും ഡൽഹിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് താങ്കൾ. ഇന്ത്യൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ഇന്ത്യൻ രാഷ്ട്രീയ മുഖ്യധാരയെ സംബന്ധിച്ചും സീതാറാം യെച്ചൂരിയുടെ വിടവ് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ ബഹുമാന്യനായ മുഹമ്മദ് റിയാസ് സൂചിപ്പിച്ചു കഴിഞ്ഞു സീതാറാം യെച്ചൂരിയുടെ സംഭാവനകൾ, പ്രാധാന്യത്തെക്കുറിച്ച്. ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ സമര പോരാട്ടങ്ങൾക്ക് മുമ്പിൽ രാജ്യത്തിലെ നിസ്വവർഗത്തിൻ്റെ എല്ലാ സമരങ്ങളുടെയും മുന്നിൽ ഒരു വലിയ വിളക്കുമരമായിരുന്നു സീതാറാം യെച്ചൂരി. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയ നാളുകൾക്ക് മുമ്പ് തന്നെ സീതാറാമിനെ പരിചയപ്പെടാനും ഇടപെടാനും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ വിപുലമായ ആശയമണ്ഡലത്തെക്കുറിച്ചുള്ള വിവിധ വീക്ഷണങ്ങൾ പരിചയപ്പെടാനും അവസരം ലഭിക്കുകയുണ്ടായി. സമരങ്ങളെ, അതുപോലെ ക്യാമ്പയിനുകളെ എത്രമേൽ ജനങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സീതാറാമിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് നാം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നേരത്തെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, 90കളിൽ സോഷ്യലിസത്തിന് ആഗോളാടിസ്ഥാനത്തിൽ തിരിച്ചടിയുണ്ടാവുകയും സോഷ്യലിസം ദുർബലപ്പെട്ടു, സോഷ്യലിസം എന്നുള്ളത് സാധ്യമല്ല, ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ്, ടിന എന്ന ക്യാമ്പയിൻ ലോകത്താകെ ശക്തിപ്പെട്ട ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് അതിനൊരു മറുപടി ഉയരുകയുണ്ടായി. സോഷ്യലിസം ഈസ് ദ ആൾട്ടർനേറ്റീവ്, സിധ. ആ മറുപടി ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്ന നിലയിൽ അവതരിപ്പിച്ച വ്യക്തിയുടെ പേര് സീതാറാം യെച്ചൂരി എന്നാണ്. എത്രമേൽ ആകർഷകമായാണ്
സോഷ്യലിസം ഈസ് ദ അൾട്ടർനേറ്റീവ് എന്ന് സീതാറാം യെച്ചൂരി നമ്മളോട് പറഞ്ഞത്? അപ്പോൾ സോഷ്യലിസത്തിന് വേണ്ടി, സോഷ്യലിസത്തിൻ്റെ പ്രചാരകനായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി എല്ലാ അർത്ഥത്തിലും മുഴുകി പ്രവർത്തിച്ച, ജീവിതം തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ സമരപോരാട്ടങ്ങൾക്കായി സമർപ്പിച്ച ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് അഭിമാനത്തോടുകൂടി നമുക്കെല്ലാം പറയാൻ പറ്റുന്ന കാര്യമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സ്ഥാനം ഒഴിയണമെന്ന മുദ്രാവാക്യം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചതുൾപ്പെടെ എന്തെല്ലാം സമരപ്രക്ഷോഭങ്ങളിലൂടെയാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അടിയന്തരാവസ്ഥയുടെ ഘട്ടം കഴിഞ്ഞ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിവിധ ഗതിവിഗതികളിൽ തൻ്റെതായ നയ സമീപനങ്ങളിലൂടെ, ഇടപെടലുകളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തിയ നേതാക്കന്മാരിൽ ഒരാളുമാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ സവിശേഷമായ നേതൃപാടവം ഇന്ത്യയിലെ ഇന്നത്തെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മതവർഗീയതക്കെതിരായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായും ഒന്നുകൂടി നാം സ്മരിക്കേണ്ടതാണ്. സീതാറാമിൻ്റെ വിടവാങ്ങൽ, സീതാറാമിൻ ഇല്ലാത്ത ഒരവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വലിയ നിലയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. തീർച്ചയായും. ശ്രീ ജി ദേവരാജൻ, താങ്കൾ സീതാറാം യെച്ചൂരിയുടെ അടുത്ത സഹപ്രവർത്തകനായിരുന്നു, ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ. 96 ഐക്യമുന്നണി സർക്കാർ രൂപീകരിക്കുന്നതിൽ യെച്ചൂരിയുടെയും സുർജിത്തിൻ്റെയും പങ്ക് പ്രഥമഗണനീയമാണ്. അതുപോലെ തന്നെയാണ് 2004 ഒന്നാം UPA സർക്കാരിൻ്റെ കാര്യവും. അവിടെ പൊതു മിനിമം പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം UPA ഇടത് ഏകോപന സമിതി ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഒരുമിച്ച് അതിൽ പങ്കെടുക്കാറുമുണ്ടായിരുന്നു. BJP ഇതര സർക്കാരുകളുടെ സാധ്യതകൾ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ബദൽ രാഷ്ട്രീയ മുന്നേറ്റം സംബന്ധിച്ച് സീതാറാം യെച്ചൂരി രാഷ്ട്രീയമായി എന്ത് സംഭാവന നൽകിയിട്ടുണ്ട് എന്നാണ് താങ്കൾ കൂടി പങ്കാളിയായ പ്രക്രിയയെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, നമുക്ക് 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അധികാരത്തിലുണ്ടായിരുന്ന AB വാജ്പേയിയുടെ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പക്ഷെ പരാജയപ്പെട്ട BJP പിൻവാതിലിലൂടെ അധികാരത്തിൽ വരാൻ ശ്രമിച്ചപ്പോഴാണ് രാജ്യത്ത് കോൺഗ്രസ്സിന് അതൊറ്റയ്ക്ക് കഴിയുകയുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇടതു പാർട്ടികൾ, അന്ന് കാര്യമായ സ്വാധീനം ഇടതു പാർട്ടികൾക്കുണ്ടായിരുന്നു, 61 MP-മാരുള്ള ആ സാഹചര്യത്തിലാണ് UPA എന്ന് പറയുന്നൊരു മുന്നണി രൂപീകരിക്കണമെന്നും അതിന് പുറമേ നിന്ന് പിന്തുണയ്ക്കാമെന്ന് ഇടതുപക്ഷം അഭിപ്രായപ്പെടുന്നത്. സത്യത്തിൽ അത്തരമൊരു തീരുമാനമെടുക്കുന്നതിൻ്റെ ചാലക ശക്തി പ്രധാനമായും സഖാവ് സീതാറാം യെച്ചൂരിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓഫ് കോഴ്സ് സഖാവ് സുർജിത്ത് അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകിയത്. എങ്കിലും കോൺഗ്രസുമായും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുമായുമൊക്കെ ഈ ആശയവിനിമയം വളരെ ഫലപ്രദമായി നടത്തുവാൻ കഴിയുന്ന ഒരു നേതാവിനെ ഞാൻ കാണുന്നത് സഖാവ് സീതാറാം യെച്ചൂരിയിലാണ്. അപ്പോൾ അതിനുശേഷം അങ്ങനെ ഒരു മുന്നണി ഉണ്ടാകുന്നു, അതിന് പുറമേ നിന്ന് പിന്തുണയ്ക്കുന്നു. അതിൻ്റെ കാരണമായി പിന്തുണയ്ക്കുന്നതിനുള്ള ക്രൈറ്റീരിയ, മാനദണ്ഡം എന്ന നിലയിൽ ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കുന്നു. ആ പൊതു മിനിമം പരിപാടി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ ആ സമയത്ത് സഖാവ് സീതാറാം യെച്ചൂരി വളരെ സൂക്ഷ്മമായി പഠിക്കുകയായിരുന്നു. അതായത് ഇടതു വർഗ ബഹുജന സംഘടനകൾ, തൊഴിലാളി, കർഷക, വിദ്യാർത്ഥി, മഹിളാ സംഘടനകളൊക്കെ തന്നെ കാലാകാലങ്ങളായി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള വിഷയങ്ങളെ തങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് എങ്ങനെ സാധിപ്പിച്ചെടുക്കാം, അതിനെങ്ങനെയാണ് നയപരമായ ഇടപെടൽ നടത്താൻ കഴിയുക എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം ആ പൊതു മിനിമം പരിപാടിയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം ചില ശബ്ദങ്ങളിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായി വളരെ സുപ്രധാനമായി നിയമനിർമ്മാണം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. സഖാവ് സീതാറാം യെച്ചൂരിയെ ഓർക്കുന്നത് അതിൻ്റെയൊക്കെ പേരിലായിരിക്കും. ഒന്ന്, റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, വനവാസികൾക്കും ആദിവാസികൾക്കും ഭൂമിയിൽ അവകാശം നൽകുന്ന നിയമം, ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷാ നിയമം, തൊഴിലുറപ്പ് നിയമം, ഇതൊക്കെ ആ സന്ദർഭത്തിൽ നടക്കുന്ന നിയമനിർമ്മാണങ്ങളാണ്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു ആശയവുമായി അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ P. ചിദംബരത്തെ കാണാൻ ഇടതു നേതാക്കന്മാരായ ഞങ്ങളൊക്കെ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ചിദംബരം, 50,000 കോടി രൂപയുടെ ആവശ്യമുണ്ട്, നിങ്ങളിത് എവിടെ നിന്നാണ് ഇത്രയും രൂപ ഞാൻ കണ്ടെത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അന്ന് ഒരു മറുപടിയും പറയാതെ തിരികെ വന്ന ഇടതു പാർട്ടികളുടെ യോഗത്തിൽ സഖാവ് സീതാറാം യെച്ചൂരി എങ്ങനെയാണ് റിസോഴ്സ് മൊബിലൈസേഷൻ, റവന്യൂ മൊബിലൈസേഷൻ ഉണ്ടാകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച നടത്തി എന്നുള്ളത് അദ്ദേഹം കാര്യകാരണ സഹിതം വിശദീകരിച്ചു. എന്നിട്ട് ഇടതു പാർട്ടികൾ UPA ഗവൺമെൻറ്റിനൊരു കത്ത് നൽകി, എങ്ങനെയാണ് റവന്യൂ മൊബിലൈസേഷൻ നടത്തേണ്ടത് എന്നുള്ളത്. സത്യത്തിൽ ഇത്രയും പ്രായോഗിക പരിജ്ഞാനമുള്ളൊരു നേതാവ്, അതുപോലെ തന്നെ കലുഷിതമായ ദേശീയ രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ
സകാരാത്മകമായി ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ അനാദൃശ്യമായ കഴിവ്, അത് ഇന്നൊരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെയധികം ആളുകൾക്കില്ല, ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗ ചാതുര്യം, അതൊന്നും നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളല്ല. പ്രസംഗ ചാതുര്യം, ഒരു ഇടതു നേതാവിനു ചേർന്ന ശരീരഭാഷ, അത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഞാൻ അദ്ദേഹത്തെ അടുത്തുനിന്ന് കണ്ട ഒരാളെന്ന നിലയിൽ പറയാം. ഒരു ഇടതു നേതാവിന് ചേർന്ന ശരീരഭാഷ, സാർവദേശീയ രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യം, അതിന് ആ വിഷയങ്ങളെ സമീപിക്കുന്ന അദ്ദേഹത്തിൻ്റെ രീതി, അതൊക്കെ തന്നെ പുതിയ തലമുറയ്ക്ക് ഒരു വലിയ പാഠപുസ്തകമാണ്, ഒരു സംശയവും വേണ്ട. മാത്രവുമല്ല, നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളിൽ, അയൽപ്പക്ക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ സഖാവ് സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്ന ഒരു സൗഹൃദം, ഇപ്പം നേപ്പാളിലെ വിഷയം തന്നെ എടുക്കുക, ചൈനയുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം, ശ്രീലങ്കയുമായിട്ടുള്ള ബന്ധം, അങ്ങനെ നമ്മുടെ അയൽപ്പക്ക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തന്നെ നമുക്ക് എണ്ണി പറയാവുന്ന ധാരാളം സവിശേഷതകൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. ഞാൻ ആ പോയിന്റിലേക്ക് വരുന്നതിന് പക്ഷേ NP ചേക്കുട്ടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലർക്കും ഇല്ലാതിരുന്ന ഒരു മെയ്വഴക്കം സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ബദലുകൾ സാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ UPA 1 എന്നുള്ളത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നമുക്കറിയാം കേവല ഭൂരിപക്ഷത്തെക്കാൾ 100-ലധികം സീറ്റിൻ്റെ പിറകിലായിരുന്നിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു സർക്കാരുണ്ടായി. വാജ്പേയിയുടെ സർക്കാരിൻ്റെ അവസാനം ഒരു തുടർ BJP സർക്കാർ ഉണ്ടായില്ല. അവിടെ അന്യാദൃശ്യമായ ഒരു സംഘടനാ പാഠവും നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാവരിലും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആ സർക്കാർ പിന്നീട് CPM തന്നെ പിന്തുണ പിൻവലിക്കുന്ന ഘട്ടത്തെയും അതിജീവിക്കേണ്ടി വന്നു. അന്ന് പിന്തുണ പിൻവലിക്കുന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം യെച്ചൂരിക്കുണ്ടായിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് താനും. മറ്റ് കക്ഷികളുമായി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള കഴിവ് കൂടി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടില്ലേ? അല്ല, തീർച്ചയായും. യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ ഒരു ബ്രില്യൻ പൊളിറ്റിക്കൽ തിങ്കർ, ഒരു ബ്രില്യൻ പൊളിറ്റിക്കൽ ഓർഗനൈസർ, ആ നിലയിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൽ വളരെ നൈസർഗികമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ അദ്ദേഹത്തിന് സാധിച്ചത് 2-3 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മാർക്സിസ്റ്റ് തിയറിയിലുള്ള വളരെ ആഴത്തിലുള്ള അറിവ്. അത് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഞങ്ങൾ വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം 78-ൽ SFI നേതാവായപ്പോൾ കേരളത്തിൽ വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്ന ഒരാളെന്ന് 79-80 കാലം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. വളരെ ആഴത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ കാലം മുതലേ വളരെ ലളിതമായ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ഒരു രീതി, അദ്ദേഹം കൊണ്ടുവരുന്ന ഉദാഹരണങ്ങൾ, അദ്ദേഹം ഓരോ ആർഗ്യുമെൻറ്റും കൊണ്ടുവരുന്ന രീതി, ഇത് യഥാർത്ഥത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു ചാതുര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല, ഓരോ വിഷയങ്ങളിലും അദ്ദേഹം നേരിട്ട് ആഴത്തിൽ ഇടപെട്ടിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. 79-ലോ 80-ലോ ഞാൻ യൂണിവേഴ്സിറ്റി ചെയർമാനായിരുന്നപ്പോൾ ഈ ഡൽഹിയിൽ UGCയുമായിട്ട് ഒരു ചെറിയ ചർച്ചയ്ക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ അന്ന് അദ്ദേഹം അവിടെ SFIയുടെ ദേശീയ പ്രസിഡൻ്റാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? അപ്പം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ എഴുതി കൊണ്ടുപോയത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം എഡിറ്റ് ചെയ്ത് ഡൽഹി ഓഫീസിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വാങ്ങിയിട്ട് ഞങ്ങളുടെ കൂടെ UGC ഓഫീസിലേക്ക് വന്നു. നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, ഒരു ദേശീയ പ്രസിഡൻ്റായിരിക്കുന്ന ഒരാൾ കേരളത്തിൽ നിന്നൊരു വിദ്യാർത്ഥി പ്രവർത്തകൻ്റെ കൂടെ UGCയിൽ പോയി അവിടെ ഉദ്യോഗസ്ഥരോട് നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. ആ നിലയിൽ വളരെ ഡീപ്പായിട്ട് ഓരോ പ്രശ്നങ്ങളിലും വളരെ ആഴത്തിൽ ഇടപെടാൻ അദ്ദേഹത്തിന് ഒരു മടിയുണ്ടായിരുന്നില്ല. രണ്ടാമതൊരു കാര്യം, വളരെ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടായാലും സമൂഹവുമായിട്ടായാലും സാംസ്കാരിക പ്രവർത്തകരായാലും ശരി, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, അതൊക്കെ തന്നെ ഒരു അസാധാരണമായ ഒരു ഇൻറ്റിമസി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലായ്പ്പോഴും 2005-ൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് പത്രസമ്മേളനങ്ങളിൽ വലിയ അതിഭീകരമായിട്ടുള്ള അറ്റാക്കുകൾ വന്നപ്പോൾ അദ്ദേഹം വളരെ പുഷ്പം പോലെയാണ് അത് കൈകാര്യം ചെയ്യുക. മറ്റു പല നേതാക്കളും വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് യെച്ചൂരിക്ക് അതൊരു വിഷയമേ അല്ല. അപ്പോൾ ആ നിലയിലൊക്കെ തന്നെ കാര്യങ്ങളെ വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി, കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ക്ലാരിറ്റിയോടുള്ള ചിന്ത, രാഷ്ട്രീയമായിട്ട് ഒരു മെയ്വഴക്കമുള്ള സമീപനം, ഇതൊക്കെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി മാറ്റി. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആയിട്ട് തന്നെ വളരെ അടുത്ത ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. 96-97 കാലത്ത് പിന്നെ സുർജിത്തും ജ്യോതി ബസുവും ഒക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നതെങ്കിലും അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനം, ദൈനംദിന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ പോലെ അദ്ദേഹവും കാരാട്ടുമാണ് പ്രധാനമായിട്ടും. അതിൽ തന്നെ യെച്ചൂരിയാണ് അത്തരം കാര്യങ്ങൾ വളരെ ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചെടുത്തത്.
2004 ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദൈനംദിനമുള്ള പ്രവർത്തനങ്ങൾ, ഓരോ വിഷയങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതി, ഇതെല്ലാം ഒരു മാതൃകാ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഇന്ത്യയിലെ ദേശീയതയോട്, ദേശീയ പാരമ്പര്യങ്ങളോട്, നമ്മുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളോടൊക്കെ ഒരു ആഴത്തിൽ ഒരു ബന്ധമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ആ ഒരു കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു നേതാവ്. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് അന്ന് ആ സർക്കാരിന് ഒരു ക്ലിയർ പൊസിഷൻ ഉണ്ടാക്കി കൊടുത്തത്. ആ സർക്കാരിൽ നിന്ന് പിന്നീട് അത് വിട്ടുപോയതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ ആ സർക്കാരിന് ഉണ്ടാക്കുന്നതിൽ 5 വർഷം അതിനെ മുന്നോട്ട് നയിക്കുന്നതിൽ യെച്ചൂരിയുടെ കോൺട്രിബ്യൂഷൻ വളരെ വളരെ വലുതാണ് എന്ന് പറയാതെ പറ്റില്ല. തീർച്ചയായും. ശ്രീ എ കെ ബാലൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം ടെലിഫോണിൽ. ശ്രീ എ കെ ബാലൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നൊക്കെയുള്ള നിലയിൽ യെച്ചൂരി എന്തായിരുന്നു ഇന്ത്യൻ ഇടതുപക്ഷത്തിന് താങ്കളുടെ കാഴ്ചപ്പാട്? ഞാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ചെയർമാനായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം JNUവിന്റെ ചെയർമാനാകുന്നത്. ആ സമയത്താണ് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നത്. പിന്നെ 1979 SFIയുടെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ പ്രസിഡന്റ്, ലോകസഭാ മെമ്പർ, ഈ ഘട്ടത്തിലാണ് ഡൽഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 46 വർഷത്തെ ബന്ധമാണ് സഖാവ് സീതാറാമുമായി എൻ്റെ വ്യക്തി പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിലനിർത്താൻ കഴിഞ്ഞത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കഴിവ് മനസ്സിലാക്കിയത് 1992 14ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചെന്നൈയിൽ ചേർന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു പ്രമേയം ഉണ്ടായിരുന്നു. certain ideological issues, അതായത് പ്രത്യയശാസ്ത്ര രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച ഒരു രേഖ അദ്ദേഹം അവതരിപ്പിച്ചു. അന്ന് സോവിയറ്റ് റഷ്യയും അനുബന്ധ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളും നിലംപൊത്തിയ ഒരു കാലഘട്ടമായി. ആ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ അവതരണവും ഓരോ വാക്കുകളും അദ്ദേഹം ഉച്ചരിച്ചത്, ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം പ്രതിനിധികളെ ബോധ്യപ്പെടുത്തുന്നതിനും അദ്ദേഹം ഉപയോഗിച്ച ശൈലിയും പ്രയോഗങ്ങളും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതായത് നിരാശയിലായ, പ്രതീക്ഷയില്ലാത്ത ഒരു സമൂഹത്തെ എന്ന് പറഞ്ഞ കേഡർമാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സർവദേശീയ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിരാശയിലാകേണ്ടതില്ല. ഇത് സോഷ്യലിസത്തിന്റെയോ കമ്മ്യൂണിസത്തിന്റെയോ മാർക്സിസത്തിന്റെയോ പരാജയമല്ല, പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയമല്ല. ലോകമുള്ളിടത്തോളം കാലം, അതായത് മുതലാളിത്തമുള്ളിടത്തോളം കാലം, സാമ്രാജ്യത്വമുള്ളിടത്തോളം കാലം, ചൂഷണമുള്ളിടത്തോളം കാലം മാർക്സിസം ജീവനോടെ നിലനിൽക്കും. തൊഴിലാളി വർഗ പ്രസ്ഥാനം നിലനിൽക്കുന്നിടത്തോളം കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കും. മാർക്സിസത്തിന് പ്രസക്തി നഷ്ടപ്പെടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു രേഖയായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ പ്രതിനിധികളും അതുപോലെ തന്നെ അന്ന് പാർട്ടിയുടെ നേതാക്കന്മാരെന്ന് പറയുന്നത് PTRനെ പോലുള്ള, അതുപോലെ തന്നെ EMSനെ പോലുള്ള, ബസവനെ പോലുള്ള ആൾക്കാരുടെ ശൈലിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പൊ അത്ഭുതപ്പെടുന്ന ഒരു അവതരണമായിരുന്നു അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെ ലോകസഭയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം, അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഈ അവസാനം നിയമപരമായി അദ്ദേഹം രാജ്യത്തിന് നൽകിയിട്ടുള്ള കുറെ സംഭാവനകൾ സുപ്രീം കോടതിയിൽ ഇടപെട്ടു. അതിൽ അവസാനത്തതാണ് ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിലെ കൊള്ളക്കാർ, കരിഞ്ചന്തക്കാർ, പൂഴ്ത്തിവെപ്പുകാർ, കള്ളപ്പണക്കാർ, കോർപ്പറേറ്റുകൾ ഇവരുടെ കയ്യിലുള്ള പണം പൈസാക്കി അവർക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നതായിരുന്നല്ലോ ഇലക്ടറൽ ബോണ്ട് നിയമം. സുപ്രീം കോടതിയിൽ അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണത് ഇല്ലാതാക്കാൻ. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട നേതാവാണ് സീതാറാം. തീർച്ചയായും. വളരെ നന്ദി ശ്രീ എ കെ ബാലൻ സംസാരിച്ചതിന്. ചർച്ചയിലേക്ക് വീണ്ടും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്ത്യ എന്ന ആശയത്തിന്റെ സംരക്ഷകൻ എന്നാണ് രാഹുൽ ഗാന്ധി സീതാറാം യെച്ചൂരിയെ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പ്ലേ ചെയ്തതുപോലെ എങ്ങനെയാണ് മതം രാഷ്ട്രീയത്തിൽ ഇടപെടരാത്തത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം നോക്കൂ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളും എല്ലാം എങ്ങനെയാണ് ഇന്ത്യയിൽ വലതുപക്ഷ രാഷ്ട്രീയം വേരുപിടിപ്പിച്ചത്, എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ആ അർത്ഥത്തിൽ CPMനായാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കായാലും ഒരു വലിയ
പിന്തുണ നൽകാൻ, അല്ലെങ്കിൽ അതിനെ ആ നിലയ്ക്കുള്ള ഒരു നേതൃനിര കെട്ടിപ്പടുക്കാൻ യെച്ചൂരിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ സംരക്ഷകനായിരുന്നു യെച്ചൂരി എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ മാത്രമല്ല, ആ ആശയത്തിൻ്റെ വ്യാഖ്യാതാവ്, ആ ആശയത്തിൻ്റെ പ്രചാരകൻ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ആ ആശയത്തിൻ്റെ പ്രസക്തി, പ്രാധാന്യം ഇവയൊക്കെയും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ ചിന്തകൻ കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തെ സംബന്ധിച്ച് മതനിരപേക്ഷത എന്നത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത, അദ്ദേഹം പ്രായോഗികവാദിയായ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ഇതിവിടെ പരാമർശമുണ്ടായി, ഞാൻ തന്നെ പറയുകയുണ്ടായി. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായ സമീപനം അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിലും മതനിരപേക്ഷത തുടങ്ങിയ മൗലികമായ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത, വെള്ളം ചേർക്കാൻ കഴിയാത്ത വിശ്വാസ പ്രമാണമായിരുന്നു. അവിടെയാണ് നമ്മുടെ റിപ്പബ്ലിക്കൻ ഭരണഘടന, നമ്മുടെ സെക്കുലർ ഭരണഘടന അനുസരിച്ച് നമ്മുടെ ജനാധിപത്യ സംവിധാനം പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന കാര്യത്തിൽ ആ വ്യക്തത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിന് സീതാറാം എന്നുള്ള പേര് വെച്ചുകൊണ്ടുള്ള ഈ ചർച്ചയുടെ ആരംഭത്തിൽ തന്നെ ആ പ്രസംഗം കോട്ട് ചെയ്യുകയുണ്ടായി. അവിടെയൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചാൽ അതിലൊരു വൈരുദ്ധ്യമുള്ള കാര്യമല്ല. അദ്ദേഹം എന്താണോ മതനിരപേക്ഷത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാര്യത്തിൽ തികഞ്ഞ വ്യക്തതയുണ്ടായിരുന്നു. ആ വ്യക്തതയോട് തന്നെയാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പരാമർശിക്കുകയും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മെ സംബന്ധിച്ച് ആ മതനിരപേക്ഷതയ്ക്ക് വലിയ തോതിലുള്ള വെല്ലുവിളി നേരിടുന്ന ഈ ഘട്ടത്തിൽ ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ്. 1992 കാര്യമായിട്ട് പറയുകയുണ്ടായല്ലോ, കമ്മ്യൂണിസം ആഗോളവ്യാപകമായി നേരിട്ട പ്രതിസന്ധി. അതിൻ്റെ പശ്ചാത്തലത്തിൽ യുവാക്കൾക്ക് ഈ കമ്മ്യൂണിസത്തെക്കുറിച്ച്, ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ദിശാബോധം നൽകുന്നതിൽ യെച്ചൂരി എപ്രകാരമാണ് വിജയിച്ചത്. അതുപോലെ തന്നെ ഇപ്പോഴും ഒരു പ്രതിസന്ധിയിലാണ് രാജ്യം ഇത് നിൽക്കുന്നത്. വർഗീയത, മതനിരപേക്ഷത അപകടത്തിലായിരിക്കുന്നു, മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ എന്താണ് യുവജനങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് പാർട്ടി അണികൾ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തമായ ബോധ്യത്തോടെ അത് അവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന്, ആ ആശയം അങ്ങോട്ടേക്ക് പകരുന്നതിന് ഒക്കെ അതിസമർത്ഥമായ അദ്ദേഹം ഒരു വലിയ കമ്മ്യൂണിക്കേറ്റർ കൂടിയാണ് യെച്ചൂരി. അദ്ദേഹം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഇത് വലിയ കമ്മ്യൂണിക്കേറ്ററാണ്. ആ എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായ ദിശാബോധത്തോടെ പ്രവർത്തിക്കുന്ന മതനിരപേക്ഷവാദിയായ ജനാധിപത്യവാദിയായിരുന്നു യെച്ചൂരി. തീർച്ചയായും. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല, മുതിർന്ന കോൺഗ്രസ് നേതാവ്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, ഇത് ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മാത്രം നഷ്ടമല്ല, മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളുടെ എല്ലാം നഷ്ടമാണ്. താങ്കൾ എങ്ങനെയാണ് സീതാറാം യെച്ചൂരിയുടെ സംഭാവനകളെ ഓർക്കുന്നത്? 100% അത് ഇന്ത്യൻ മതേതരത്വത്തിനും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്കും ഒരു തീരാത്ത നഷ്ടമാണ്. ദേശീയ തലത്തിൽ ഒരു ജനാധിപത്യ മതേതര മുന്നേറ്റത്തിന് രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ നല്ല പങ്ക് വഹിച്ച നേതാവാണ് അദ്ദേഹം. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് വലിയ ഒരു നഷ്ടമാണ്. ഞങ്ങൾ വിദ്യാർത്ഥി കാലം മുതൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം അന്ന് DYFയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞങ്ങൾ സോവിയറ്റ് യൂണിയനിൽ ഒരുമിച്ചാണ് 2 ഡെലിഗേഷനെ നയിച്ചത്. മാർക്സിസത്തിൽ അഗാധമായ പാണ്ഡിത്യവും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള ആഭിമുഖ്യവും ആ കാലത്ത് തന്നെ അദ്ദേഹം തന്റെ യോഗ ചർച്ചകളിലും പ്രതിനിധി സംഘങ്ങളിലും പ്രകടിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. മാത്രമല്ല നല്ലൊരു പാർലമെന്റേറിയനായിരുന്നു. പലരും അത് വിസ്മരിക്കുകയാണ്. 12 വർഷക്കാലം രാജ്യസഭയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വലിയ ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. ഒരു ടേം കൂടി അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണെങ്കിലും പാർട്ടി അത് സമ്മതിച്ചില്ല എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ നല്ലൊരു മനുഷ്യ സ്നേഹിയും ഉറച്ച ഒരു കമ്മ്യൂണിസ്റ്റും ദേശീയ ജനാധിപത്യ മുന്നേറ്റത്തിന് പ്രായോഗികമായ നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് സീതാറാം യെച്ചൂരി. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു വലിയ നഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ജനാധിപത്യ മതേതര മുന്നേറ്റത്തിനും ഞങ്ങൾക്കൊക്കെയും അതൊരു തീരാത്ത നഷ്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. തീർച്ചയായും ശ്രീ രമേശ് ചെന്നിത്തല, ഒറ്റ കാര്യം കൂടി, അദ്ദേഹത്തിന് കോൺഗ്രസുമായി
ഒരു സവിശേഷമായ ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയും. അത് ഒരു പക്ഷേ വേറൊരർത്ഥത്തിലല്ല, മറിച്ച് BJP ആണൊരു വലിയ ശത്രു, അതുകൊണ്ട് BJP മാറി നിൽക്കണം, കോൺഗ്രസ് നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റുന്ന കക്ഷിയാണ് എന്ന് വിചാരിച്ചാകാം. അപ്പോൾ 2004 ഒന്നാം UPA-യുടെ രൂപീകരണത്തിൽ യെച്ചൂരിയും അതുപോലെ തന്നെ സുർജിത്തും വളരെ കാര്യക്ഷമമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് 96 ഐക്യമുന്നണിക്ക് കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിൽ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ റോള് വഹിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുമായി വളരെ നല്ല കോടികളായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുകയും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് എടുത്താൽ കോൺഗ്രസുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ കൂടി നമുക്ക് യെച്ചൂരിയെ വിലയിരുത്താമോ? തീർച്ചയായിട്ടും. കാരണം സീതാറാം യെച്ചൂരി എപ്പോഴും ഒരു പ്രായോഗിക രാഷ്ട്രീയ നേതാവായിരുന്നു. സുർജിത്തിന്റെ പാത പിന്തുടർന്ന വ്യക്തിയായിരുന്നു എന്ന് വേണം പറയുവാൻ. അദ്ദേഹം എന്നും ഇന്ത്യയിൽ BJP-യും ജനസംഘത്തിനുമെതിരെയുള്ള പോരാട്ടം നടത്തണമെങ്കിൽ കോൺഗ്രസ് കൂടെ ഉണ്ടായേ മതിയാകൂ എന്ന ചിന്താഗതിക്കാരനായിരുന്നു. വരട്ട് തത്വവാദങ്ങളെക്കാൾ പ്രായോഗികമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന കാര്യത്തിൽ 100% വിജയിച്ച വ്യക്തിയാണ് സീതാറാം യെച്ചൂരി. സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും ഏറ്റവും നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ബംഗാളിൽ കോൺഗ്രസുമായിട്ടുള്ള ഐക്യം അത് ചെറിയൊരു കാര്യമല്ല. ദേശീയ തലത്തിൽ കോൺഗ്രസുമായിട്ടുള്ള ഐക്യം അത് BJP-യെ പരാജയപ്പെടുത്താൻ അനിവാര്യമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ വേറിട്ട ഒരു വ്യക്തിത്വമായി ഞാൻ കണക്കാക്കുന്നത്. അത് നമ്മുടെ നാടിന് അനിവാര്യമാണ്, രാജ്യത്തിന് അനിവാര്യമാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചത്, അത് യാഥാർത്ഥ്യമാക്കിയത്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ രമേശ് ചെന്നിത്തല. ശ്രീ ജി ദേവരാജൻ, 96 ഇടതുപക്ഷത്തിന് ഇന്ത്യയെ നയിക്കാൻ ഒരു അവസരം വന്നിരുന്നു. ജ്യോതി ബസുവിനെയാണ് മിക്കവാറും കക്ഷികളെന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. പക്ഷേ CPM അതിനോട് അനുഗുണമായി പ്രതികരിച്ചില്ല. പിന്നീട് ചരിത്രപരമായ വിഡ്ഢിത്തമെന്ന് ജ്യോതി ബസു തന്നെ ആ തീരുമാനത്തെ വിശേഷിപ്പിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് നിലപാടുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു യെച്ചൂരി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അന്ന് പക്ഷേ പാർട്ടി വ്യത്യസ്തമായ സമീപനം എടുത്തു. 2004 UPA ഉണ്ടായി. പക്ഷേ 2008 പിന്തുണ പിൻവലിച്ചു. പിന്തുണ പിൻവലിക്കുന്ന ഘട്ടത്തിൽ പിന്തുണ പിൻവലിക്കുകയല്ല വേണ്ടത് എന്ന നിലപാടുള്ള നേതാവായിരുന്നു യെച്ചൂരി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ തരത്തിൽ ഒരു പക്ഷേ കടുത്ത ശാഠ്യമുള്ള നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നോ യെച്ചൂരി? ആ യെച്ചൂരി ലൈനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രായോഗികമാക്കിയിരുന്നത് എങ്കിൽ ഒരു പക്ഷേ ഇന്ത്യൻ ഇടതുപക്ഷം ഇന്ന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാകുമായിരുന്നോ? നമുക്ക് നോക്കേണ്ടുന്നത് ഈ 2004 സന്ദർഭത്തിൽ ഈ ആണവ കരാറുമായിട്ടുള്ള ചർച്ച, ഇന്ത്യ അമേരിക്ക ആണവ കരാറുമായി ബന്ധപ്പെട്ടുയർന്നു വന്ന ചർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ശ്രീ പ്രണാബ് മുഖർജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി ഇടത് നേതാക്കന്മാർ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ വളരെ പ്രായോഗികമായ സമീപനം സഖാവ് സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം പലപ്പോഴും സ്വകാര്യമായി എന്നോടും അതുപോലെ തന്നെ അന്ന് RSPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് TJ ചന്ദ്രചൂഡൻ സാറിനോടും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിലല്ല നമ്മൾ പിന്തുണ പറ്റി പുനരാലോചിക്കേണ്ടുന്നത്. അത് മറ്റെത്രയോ ജനകീയ വിഷയങ്ങളുണ്ട്. കാരണം ഈ വിഷയം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് നമുക്ക് വളരെ പരിമിതികളുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ചർച്ചയിലേക്കായിരിക്കണം നമ്മൾ പോകേണ്ടുന്നത് എന്ന് ഈ കോൺഗ്രസ് നേതാക്കന്മാരെ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു, വിശേഷിച്ചും ഈ 1-2-3 എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ സമയത്ത്. രണ്ടാമത് അഭിലാഷ് ചോദിച്ചൊരു ചോദ്യം, ഈ പ്രായോഗിക രാഷ്ട്രീയം അദ്ദേഹം മുന്നോട്ട് വെച്ചത് പൂർണ്ണമായും ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി സ്പേസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കിട്ടും എന്നുള്ളത്. നമുക്ക് പാർലമെൻ്ററി പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കും. ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനകൾ ഇടതു പാർട്ടികൾ നേതൃത്വം നൽകുന്നതാണ്. ഈ രാജ്യത്ത് നടക്കുന്ന കർഷക സമരത്തിൻ്റെ മുന്നിൽ ഇടതു പാർട്ടികളോട് ആഭിമുഖ്യമുള്ള കർഷക സംഘടനകളുണ്ട്. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സമരം സ്പാർക്ക് ഓഫ് ചെയ്യുന്നുണ്ടെന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുണ്ട്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന യുവജന സമരങ്ങൾ ഇതുപോലെ തന്നെ കത്തിച്ചെടുക്കുന്ന കാര്യത്തിൽ ഇടത് ആഭിമുഖ്യമുള്ള യുവജന സംഘടനകൾക്കൊരു വലിയ കഴിവുണ്ട്, ഒരു വലിയ റോളുണ്ട്. എന്ന് വെച്ചാൽ വർഗ ബഹുജന സംഘടനകളെ അവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി സജീവമാക്കി നിലനിർത്തുന്ന കാര്യത്തിൽ ഇടതു പാർട്ടികൾ സജീവമായിരിക്കണം എന്നുള്ളതിന് വളരെ വലിയൊരു നിദർശന സഖാവ് സീതാറാം യെച്ചൂരി തന്നെയാണ്.
അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ, ആ വിഭാഗങ്ങളുമായി അദ്ദേഹം നടത്തുന്ന ഇൻ്ററാക്ഷനുകൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായം പറയുന്നതിലുള്ള കഴിവ്. ഈ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ദൂരദർശനിലും ആകാശവാണിയിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ അഭിപ്രായം പറയുന്നതിനുള്ള അവകാശം പാർട്ടികളുടെ ശക്തിക്കനുസരിച്ചുള്ള സമയം നമുക്ക് തരും. അക്കാര്യത്തിൽ രണ്ട് നേതാക്കന്മാരുടെ പ്രസംഗമാണ് ദൂരദർശനും ആകാശവാണി എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അതിലൊന്ന് സീതാറാം യെച്ചൂരിയുടേതും ഒന്ന് എൻ്റെ പ്രസംഗവുമാണ് എഡിറ്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടത്. എൻ്റെ പ്രസംഗത്തിൽ നിന്ന് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗത്ത് മുസ്ലിം എന്ന വാക്ക് ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതേസമയം സീതാറാം യെച്ചൂരിയുടെ പ്രസംഗത്തിനകത്ത് അവരാവശ്യപ്പെട്ടത് ഏകാധിപത്യ ഭരണം, കാടൻ നിയമങ്ങൾ, ഈ വാക്കുകളൊക്കെ ഒഴിവാക്കണമെന്നാണ്. ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സഖാവ് എന്നൊക്കെ നിങ്ങളുടെ പ്രസംഗത്തിൽ ഇങ്ങനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ എന്നോട് പറഞ്ഞു, പക്ഷേ ഞാനത് സ്റ്റുഡിയോയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴാണ് എന്നോട് പറയുന്നത്. അവിടെ പിന്നെ മറ്റു ഓപ്ഷൻ ഇല്ല. മാത്രമല്ല ഞാനതിന് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സംസാരിക്കാനുള്ള അവസരമാണ് നമുക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ട് അതിന് പകരം പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി എന്നാക്കി എനിക്ക് പറയേണ്ടി വന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതായത് വിട്ടുവീഴ്ചയില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടതിനെ സംബന്ധിച്ച് നേരത്തെ കൂടി തന്നെ അദ്ദേഹത്തിനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു ചെറിയ ഘടകമല്ല. അത് ഞാൻ ഈ പറഞ്ഞ 2004 തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള UPA രൂപീകരണം, ഈ ഇടത് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കി എന്നുള്ളത് മാത്രമല്ല, UPA രൂപീകരണം ഒന്നില്ല. UPA എന്നില്ലല്ലോ, നിലവിലില്ല. UPA എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കണമെന്നും അതിനെയായിരിക്കും ഇടതുപക്ഷം പിന്തുണയ്ക്കുമെന്നുള്ളതും ആ പ്രായോഗികമായ ഒരു രാഷ്ട്രീയം കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ വിജയിച്ച നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പന്ഥാവിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഈ കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്പേസ് കുറച്ചുകൂടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുമായിരുന്നു. ഇപ്പോഴും നോക്കൂ, പാർലമെൻറ്റിൽ വലിയ ശക്തിയൊന്നുമില്ലെങ്കിൽ പോലും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിലും ഇന്ത്യ മുന്നണിയുടെ അഭിപ്രായ സ്വരൂപീകരണ അവസരങ്ങളിലുമൊക്കെ തന്നെ സഖാവ് സീതാറാം യെച്ചൂരിക്ക് കിട്ടുന്ന പ്രാധാന്യം, അല്ലെങ്കിൽ ഇടതു നേതാക്കൾക്ക് കിട്ടുന്ന ഒരു അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം, അത് ഉറപ്പിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അത് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിൽ യെച്ചൂരിക്ക് ഒരു സേ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുമായി വ്യക്തിബന്ധവും അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട്. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ നമ്മൾ കേരള രാഷ്ട്രീയം എടുത്താൽ കേരളത്തിലെ ഇപ്പോൾ CPM വിഭാഗീയതയിൽ അദ്ദേഹം ഒരു പക്ഷത്ത് നിന്നില്ലെങ്കിലും VS അച്യുതാനന്ദനും കൂടി സ്വീകാര്യനായ നേതാവ് യെച്ചൂരിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ VS യെച്ചൂരിയുമായിട്ടാണ് കോൺടാക്ട് ചെയ്യുക. മറുവിഭാഗം അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടും S രാമചന്ദ്രൻ പിള്ളയും എപ്പോഴും തനിക്കെതിരെ നിൽക്കുന്നു എന്ന ഫീൽ, അല്ലെങ്കിൽ ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പം മാത്രം നിൽക്കുന്നു എന്ന ഫീൽ VS ഉണ്ടായിരുന്നപ്പോഴും യെച്ചൂരിയോട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ ഒരു കൺസെൻസസ് മാൻ ആയിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലും അങ്ങനെ ആ തരത്തിലൊരു കൺസെൻസസിന് അദ്ദേഹം ശ്രമിച്ചിരുന്നു. അപ്പോൾ പിടിവാശികൾക്കപ്പുറത്ത് സമന്വയത്തിലേക്കും സമവായത്തിലേക്കും പോയിരുന്നുവെങ്കിൽ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം പറയാം. 2005 ഡൽഹിയിലാണ് CPMൻ്റെ പാർട്ടി കോൺഗ്രസ് നടന്നത്. UPA സർക്കാർ വന്നതിന് ശേഷം ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പിന്നെ ജ്യോതി ബസുവും സുർജിത്തും രംഗം വിടുന്നത്. ആ സമയത്ത് പാർട്ടി സെക്രട്ടറി ആയിട്ട് എലക്ട് ചെയ്യപ്പെട്ടിരുന്നത് പ്രകാശ് കാരാട്ടായിരുന്നു. പക്ഷേ പിന്നെ സുർജിത്തിൻ്റെ പ്രസംഗത്ത് വെച്ച് 2-3 മിനിറ്റിൽ അദ്ദേഹം ഒതുക്കി അവസാനത്തെ പ്രഭാഷണം. പക്ഷേ ഏതാണ്ട് അരമണിക്കൂർ നേരം ജ്യോതി ബസു സംസാരിച്ചിരുന്നു. ജ്യോതി ബസുവിൻ്റെ സംസാരത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ചില കമൻറ്റുകൾ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ ഭാവിയുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ നമുക്ക് നിറവേറ്റാനുണ്ട്, അതിന് യോഗ്യരായിട്ടുള്ള നേതാക്കളും നമുക്കുണ്ട്. അദ്ദേഹം ഒരേ ഒരു പേര് മാത്രം അന്ന് അവിടെ ആ വേദിയിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്. ആ പേര് ഏതാണെന്നറിയോ? അന്ന് ജനറൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട പ്രകാശ് കാരാട്ടിൻ്റെ പേരല്ല, മറിച്ച് പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന സീതാറാം യെച്ചൂരിയുടെ പേരാണ് ജ്യോതി ബസു അദ്ദേഹത്തിൻ്റെ അവസാന പ്രസംഗത്തിൽ ഇന്ത്യയുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് സീതാറാമിനെയായിരുന്നു. അതിനൊരു കാരണമുണ്ട്. വളരെ വളരെ കാരാട്ടിൽ നിന്ന് അദ്ദേഹം കാരാട്ടിന് ശേഷമാണ് രാഷ്ട്രീയത്തിൽ JNUവിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ കാരാട്ടിൻ്റെ തൊട്ട് പിന്നാലെയാണ് വന്നത്. പക്ഷേ കാരാട്ടിൻ്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയുടെ സവിശേഷ സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരെ സങ്കീർണമായിട്ട് ഇന്ത്യൻ സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അതിനനുസരിച്ച് നയങ്ങൾ രൂപീകരിക്കുന്നതിൽ വളരെ മെയ്വഴക്കമുള്ള ഒരു രാഷ്ട്രീയ സമീപനം അദ്ദേഹം സ്വീകരിച്ചു. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങളിൽ
അദ്ദേഹത്തിന് എന്നും ഒരു വിശ്വാസ്യത നേടിയെടുക്കാൻ പറ്റും. VS-നോട് മാത്രമല്ല, സത്യത്തിൽ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ CPM-നകത്തുള്ള മിക്കവാറും എല്ലാ നേതാക്കളോടും ആ തരത്തിലുള്ള ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നു. ബംഗാളിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. ബംഗാളിൽ പല നേതാക്കൾക്കും ബംഗാളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുള്ളപ്പോഴും ബംഗാളിലെ പാർട്ടിയെ വലിയ തോതിൽ സ്വാധീനിക്കാൻ, അവരെ ശരിയായ ദേശീയ പാർട്ടിയുമായിട്ട് ദേശീയ തലത്തിൽ അവരോട് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ അതിലൊക്കെ തന്നെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയാൽ പല നിലയ്ക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കുന്നതിന് സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. ഇലക്ട്രലായിട്ടുള്ള വിജയപരാജയങ്ങളെക്കാൾ കവിഞ്ഞ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി, ഇടതുപക്ഷ ബദൽ എന്ന ആശയം അത് മുഖ്യധാരയിലുള്ള മറ്റു പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കൊണ്ട് കൺവിൻസ് ചെയ്യും. ഇപ്പോൾ സോണിയാഗാന്ധിയെ പോലുള്ള ആളുകൾ, ലാലു പ്രസാദ് യാദവിനെ പോലുള്ള ആളുകൾ, മുലായം സിംഗ് യാദവിനെ പോലുള്ള ആളുകൾ, അങ്ങനെയുള്ള ദേശീയ നേതാക്കളുമായിട്ട് അദ്ദേഹം ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയും അവരോട് സംസാരിക്കുന്ന രീതിയൊക്കെ തന്നെ ഇദ്ദേഹത്തോട് കാണിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ദേശീയ രാഷ്ട്രീയ ധാരയിൽ വലിയ ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഇടപെടലുകൾ സഹായിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അദ്ദേഹം കുറെ കൂടി നേരത്തെ സെക്രട്ടറി ആവേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം അല്ലെങ്കിൽ 2009 ആ ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. 2009 ഇടതുപക്ഷം ആ UPA സഖ്യം വിട്ടു. പക്ഷെ എന്തുണ്ടായി? കോൺഗ്രസ് തിരിച്ചു വന്നു. BJP ആണ് ആ സ്പേസ് ഉണ്ടാക്കിയെടുത്തത്. അതിന് നേട്ടമുണ്ടാക്കിയത് BJP ആണ് എന്ന വസ്തുത നമ്മൾ ഇന്ന് തിരിച്ചറിയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് വിട്ടിരുന്നില്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഒരു ദേശീയ തലത്തിൽ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. അത് വിട്ടുവന്നത് വഴി നമ്മൾ ആ സ്പേസ് കളഞ്ഞു കുളിച്ചു എന്നുള്ള ഒരു ധാരണയാണ് എനിക്കുള്ളത്. അത് രണ്ടാം ചരിത്രപരമായ മങ്കത്തരം എന്ന് പലരും വിശേഷിപ്പിച്ചു. ചർച്ച അവസാനത്തെ മിനിറ്റിലാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ നേരത്തെ ചോദിക്കാൻ ശ്രമിച്ചത് ഈ പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ കൂടി നമ്മുടെ പാർലമെന്ററി ചരിത്രത്തിൽ സീതാറാം യെച്ചൂരിക്ക് ഒരു സ്ഥാനമുണ്ടാകില്ലേ എന്നാണ്. തീർച്ചയായും വിപ്ലവത്തിലൂടെ അധികാരപ്രാപ്തിയിൽ നേടുക എന്ന ലക്ഷ്യം മാറ്റിവെച്ചുകൊണ്ട് പാർലമെൻ്ററി സമ്പ്രദായം അത് സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാകുമ്പോൾ തീർച്ചയായും ആ സംവിധാനത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ പറ്റിയ നേതാക്കന്മാർ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ഭാഗ്യവശാൽ നമ്മുടെ ഒന്നാമത്തെ ലോക്സഭയിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിൻ്റെ 32-33 കമ്മ്യൂണിസ്റ്റ് MPമാർ അന്നുണ്ടായിരുന്നു. നേതാവായി AKG ഉണ്ടായിരുന്നു. അദ്ദേഹം ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവായിരുന്നില്ലെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയും സ്ഥാനവും അംഗീകാരവും അന്നത്തെ പ്രധാനമന്ത്രി AKGക്ക് നൽകിയ കാര്യമൊക്കെ നമുക്ക് കേട്ടുപരിചയമുള്ളതാണ്. എന്നതുപോലെ സീതാറാം യെച്ചൂരി, അദ്ദേഹം രാജ്യസഭയിൽ 12 വർഷക്കാലം അദ്ദേഹം ഏത് രീതിയിൽ പ്രവർത്തിച്ചു. എല്ലാവരുടെയും ആദരവിന് പാത്രമായ വിസ്മയകരമായ പ്രകടനമാണ് യെച്ചൂരി അന്നവിടെ കാഴ്ചവെച്ചത്. അങ്ങനെയുള്ള വ്യക്തിയെ ഒരിക്കൽ കൂടി രാജ്യസഭയിലേക്ക് അയക്കണം എന്നുള്ള ആവശ്യം പലയിടത്തു നിന്നും ശക്തമായി ഉണ്ടായപ്പോഴും പാർട്ടി അതിനെതിരെ നിന്നു. പാർട്ടിയുടെ ഭരണഘടന അല്ലെങ്കിൽ ചട്ടം അതിനനുവദിക്കുന്നില്ല എന്നൊരു സാങ്കേതിക ന്യായം അവിടെ പറയുകയും ഉണ്ടായി. പാർട്ടിക്ക് പാർട്ടിയുടേതായ കാരണങ്ങളും ന്യായങ്ങളും ഒക്കെ കാണുമായിരിക്കാം. പക്ഷേ നമ്മെ സംബന്ധിച്ച് നമുക്ക് നഷ്ടപ്പെട്ടത് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു പാർലമെന്റേറിയനെ ആയിരുന്നു. അങ്ങനെ അത്തരത്തിൽ കിട്ടുന്ന അവസരങ്ങൾ പലപ്പോഴും പാർട്ടി പാഴാക്കിയിട്ടുണ്ട്. പ്രയോജനപ്പെടുത്താവുന്ന സന്ദർഭങ്ങൾ മാത്രമല്ല, വ്യക്തികളെയും നമ്മൾ പ്രയോജനപ്പെടുത്താതെ പോയിട്ടുണ്ട്. അതൊക്കെ പിന്നീട് വിലയിരുത്തി അതിൻ്റെ തെറ്റും ശരിയും ഒക്കെ പാർട്ടി കണ്ടുപിടിക്കുന്നുണ്ടാകുമായിരിക്കാം. പക്ഷേ യെച്ചൂരിയെ സംബന്ധിച്ച് യെച്ചൂരിയെ കുറേ കൂടി ഫലപ്രദമായി പാർട്ടിക്കും രാജ്യത്തിനും വേണ്ടി വിനിയോഗിക്കുന്ന കാര്യത്തിൽ പാർട്ടിക്ക് ചില വീഴ്ചകളും പോരായ്മകളും ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കാതെ നിവർത്തിയില്ല. തീർച്ചയായും വളരെ നന്ദി എൻ്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും. സീതാറാം യെച്ചൂരി എന്ന ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ അധികായൻ ഇനിയില്ല. എന്നാൽ യെച്ചൂരി ബാക്കിയാക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, രാഷ്ട്രീയ വിശുദ്ധി അത് ബാക്കിയാവുകയും ചെയ്യും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.